പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. കോടതി വളപ്പിന് നിന്ന് നമുക്കൊപ്പം ഷെവീദ് റാവുത്തർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഇതിനിടയിൽ ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം കോടതി വിധി പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാശിയേറിയ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ, എന്നാൽ അനുകമ്പ കാണിക്കണം എന്ന പ്രതിഭാഗവും. ഷെവീദ്, വിവരങ്ങൾ. 2022 ഒക്ടോബർ 14 ഈ ക്രൈം ഒക്കർ ചെയ്ത് ഈ ക്രൈം സംഭവിക്കുന്നത്. അതിനുശേഷം ഇത്രകാലം നീണ്ടു നിന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, അതിന് നടന്ന നിയമ വഴികൾ, ഇതിൻ്റെയൊക്കെ അവസാനം അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ പാറശാല ഷാരോൺ കൊലപാതക കേസിൽ, അതായത് കാമുകനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയെന്ന കേരളത്തിൽ അപൂർവമായി കണ്ട ആ കേസിൽ ശിക്ഷ വിധിക്കും. ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, അതിനും അപ്പുറത്തേക്ക് ഇതിന് ശിക്ഷാവിധിയിൽ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തു. ഒരുപക്ഷെ കോടതി മുറിക്കുള്ളിൽ തീവാറും വാദപ്രതിവാദങ്ങളാണ് ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിലും കണ്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ ആയിരിക്കും ഈ കേസിൽ വിധി പറയുക. ഏറെ പ്രത്യേകതകളുള്ളൊരു കേസാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്പസമയം മുൻപ് പ്രതി ഗ്രീഷ്മയെ നെയ്യാറ്റിങ്കര കോടതിയിലേക്ക് അട്ടകുളങ്ങര ജയിലിൽ നിന്ന് ഇറക്കി അവിടെ നിന്ന് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകരും കോടതിയിലേക്ക് എത്തും. നമ്മൾ ഇക്കാര്യത്തിൽ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒറ്റ കാര്യം, കോടതിയിൽ ശിക്ഷാവിധിയിലെ വാദം കേട്ടിറങ്ങുന്ന നമ്മൾ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം ഇതിലെ ശിക്ഷ എന്താണ് എന്നുള്ളതാണ്. കാരണം ജീവപര്യം ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം. അതിൽ അത്യപൂർവമായ കേസാണ്. മാത്രവുമല്ല, അക്കാര്യത്തിൽ ആ കേസിൻ്റെ നാൾ വഴികൾ, ഈ കേസിനതിനു ശേഷം പോലീസിനടക്കം ഡൈവേർട്ട് ചെയ്യാൻ പ്രതി കാണിച്ച ചില കാര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിലും കൂട്ടിച്ചേർത്തിരുന്നു. അത് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം പ്രതിഭാഗം ഈ വിഷയത്തിൽ പറഞ്ഞത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട ഒരു കേസിൽ എങ്ങനെ ശിക്ഷ വിധിക്കണം എന്നുള്ള കാര്യത്തിൽ ഉന്നത കോടതികളുടെ റിമാർക്സ് ഉണ്ട്. ആ റിമാർക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കണം. മാത്രവുമല്ല, പരമാവധി ജീവപര്യന്തം, അത് ഈ ഇളവടക്കമുള്ള കാര്യങ്ങൾ, പ്രതിക്ക് ചില ഇളവുകൾക്ക് അർഹതയുണ്ട്. ആ ഇളവടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ട് 10 വർഷം തടവ് എന്നുള്ള രീതിയിലേക്ക് ശിക്ഷ വിധിക്കണമെന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ ഇക്കാര്യത്തിലെ ആവശ്യം. ഏതായാലും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജഡ്ജാണ്, അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ്. അദ്ദേഹം അല്പസമയത്തുള്ളിൽ കോടതിയിലേക്ക് എത്തിച്ചേരും. പക്ഷേ ഈ കേസിൻ്റെ നാൾ വഴികൾ, ഇതിൻ്റെ ടൈം ലൈൻ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് കളക്ട് ചെയ്ത സാഹചര്യ തെളിവുകൾ, ഡിജിറ്റൽ എവിഡൻസ്, നിർണായകമായിട്ട് മാറിയിട്ടുള്ള മരണമൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ, ചില സാക്ഷികൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഓൺ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി എങ്ങനെ പരിഗണിക്കുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ കേസിൽ ഈ കേസിൻ്റെ ശിക്ഷ വിധിക്കുന്ന ജഡ്ജി ഇപ്പോൾ കോടതിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. അല്പസമയത്തുള്ള 11 മണിയോടുകൂടി ആദ്യ കേസായി തന്നെ പാറശാല ഷാരോൺ വധക്കേസ് പരിഗണിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ തവണ, അതായത് മിനിഞ്ഞാന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ആദ്യ കേസായിട്ടായിരുന്നു ചാർട്ട് ചെയ്തെങ്കിലും കോടതി പിന്നീട് ഈ വാദം കേൾക്കേണ്ടതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അതുണ്ടാകില്ല. ആദ്യന്തരം നമുക്ക് ഈ കേസിലെ ശിക്ഷ വിധിക്കുന്ന നടപടിയിലേക്ക് ഒരുപക്ഷെ കടക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കോടതിയിൽ നടന്ന വിചാരണഘട്ടത്തിലടക്കം പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങളും അതേപോലെ തന്നെ പ്രതിഭാഗം ഉയർത്തിയ വാദങ്ങളും അത് രണ്ടും തുല്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം അത്രത്തോളം ശക്തമായിരുന്നു ആ വാദപ്രതിവാദങ്ങൾ. കാരണം ഒരു ഘട്ടത്തിൽ ഈ കേസ് ഇങ്ങനെ നിർത്തി, ഇതൊരു പ്രണയിച്ച് അല്ലെങ്കിൽ പ്രണയത്തെ തന്നെ കൊലപ്പെടുത്തിയ ഒരു സംഭവം, പ്രണയിച്ച് വിശ്വാസം ആർജിച്ച് വശീകരിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി കാത്തിരുന്നു. അതിനുശേഷം നടത്തിയ കൊല, അതായത് കൃത്യമായ ആസൂത്രണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ചില വെബ് സെർച്ച് വിവരങ്ങൾ, പ്രത്യേകിച്ച് പാരക്യുറ്റ് അടക്കമുള്ള കീടനാശിനിയെക്കുറിച്ച് ഗ്രീഷ്മ തുടർച്ചയായി നടത്തിയിട്ടുള്ള വെബ് സെർച്ച്, അതേ ദിവസം ഈ ക്രൈം സംഭവിച്ച, അതായത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ എത്തി ഗ്രീഷ്മ കഷായം കുടിപ്പിച്ച ആ ദിവസം രാവിലെ പോലും ഈ വിഷയത്തിൽ പാരക്യുറ്റ് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള വെബ് സെർച്ച് അത് ഗ്രീഷ്മ നടത്തിയിരുന്നു. അതടക്കം നിർണായകമായ തെളിവായി മാറി. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടില്ലാത്ത ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള, അതായത് ഒരു മർഡറിലേക്ക് നയിക്കാൻ ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ ആ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഒക്ടോബർ 14 2 മാസം മുൻപ് കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഗ്രീഷ്മ ആസൂത്രണം ചെയ്തൊരു ജ്യൂസ് ചലഞ്ച് നടത്തി. അതിലൊരു മാംഗോ ഫ്രൂട്ടിയിൽ പാരസെറ്റാമോൾ അധികമായി കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഗ്രീഷ്മ
മുൻപേ നടത്തിയെന്നുള്ള വാദം കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള വെബ് സെർച്ചിന്റെ തെളിവുകളും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അപ്പോഴൊക്കെ ഇതിന് കൗണ്ടറായി പ്രതിഭാഗം പറഞ്ഞത് പാരസെറ്റാമോളിനെ കുറിച്ച് വെബ് സെർച്ച് നടത്തിയത് പനിയായതിനാലാണെന്നും പാരക്യൂറ്റിനെ കുറിച്ച് വെബ് സെർച്ച് നടത്തിയത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുള്ളതിനാലാണെന്നും ഗ്രീഷ്മയ്ക്ക് സ്വയം ജീവൻ ഒടുക്കാനാണ് എന്നുള്ളതിനുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഒരു ഘട്ടത്തിൽ കോടതി അത്തരം വാദങ്ങളെ ഒരു തരത്തിലെങ്കിലും തള്ളുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് അത് തള്ളി ഈ കേസിൽ പ്രതി കുറ്റക്കാരിയാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയത്. ഇനി ഈ കേസിൽ നിർണായക മറ്റുന്ന ചില മൊഴികളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം കുടിച്ച ശേഷം പുറത്തേക്ക് വന്ന ഷാരോൺ ഒരു ഗ്രീനിഷ് കളറിൽ ഛർദ്ദിച്ചു. അതിനുശേഷം ബൈക്കിൽ ഷാരോണിന്റെ വീട്ടിലേക്ക് മടങ്ങവേ ബന്ധു കൂടിയായ സുഹൃത്തിനോട്, അതായത് ഈ കേസിലെ വൈറ്റൽ സാക്ഷി എന്ന് പറയുന്ന ബന്ധു കൂടിയായ സുഹൃത്തിനോട് ഈ വിഷയത്തിൽ ഷാരോൺ പറഞ്ഞു ഗ്രീഷ്മ ചതിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മൊഴി ആ സാക്ഷി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ആശുപത്രി കിടക്കയിൽ കിടന്ന് 11ാമത്തെ ദിവസം, അതായത് മരിക്കുന്ന ദിവസം രാവിലെ ഷാരോൺ പിതാവിനോട് പറഞ്ഞ കാര്യമാണ്. അതായത് ഗ്രീഷ്മ ചതിച്ചു എന്ന് തോന്നുന്നു എന്ന തരത്തിലേക്ക് ഒരു കമന്റ്, ഒരു മൊഴി അത് ഷാരോണിന്റെ ഭാഗത്ത് നിന്ന് പിതാവിനോട് നടത്തിയെന്ന് പിതാവും കോടതിയിൽ മൊഴി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷാംശത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഡോക്ടർമാർ നൽകിയ മൊഴിയും ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ നിർണായകമായ പല സാക്ഷിമൊഴികളും ഉണ്ട്. ഇനി ഒരു പടി കൂടി കടന്ന് പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് പ്ലേസ് ചെയ്ത മറ്റൊരു മൊഴി എന്ന് പറയുന്നത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഒക്ടോബർ 30, 31 ആ ദിവസങ്ങളിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കവേ ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്തു. അന്നേരം ഒരു മരണമൊഴി എന്ന രീതിയിൽ ഗ്രീഷ്മയുടെ മൊഴി അത് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ സുഹൃത്ത് വീട്ടിലേക്ക് വന്നുവെന്നും കഷായം കുടിച്ചുവെന്നും ഗ്രീഷ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള മൊഴികളാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഈ ക്രൈമിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ ഈ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി ഈ സാഹചര്യ തെളിവുകളെ കോർത്തിണക്കി അവതരിപ്പിച്ചിട്ടാണ് സ്കേൻ ഈ കേസ് ഇപ്പോൾ ശിക്ഷ വിധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്കേൻ ഷെവീദ് റാവുത്തറാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പ്രതികൾക്കുള്ള ശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അപ്പോൾ തന്നെ പ്രേക്ഷകരിലെത്തിക്കാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും 24 ചെയ്തു കഴിഞ്ഞു.